ഹലോ ഫ്രണ്ട്സ്, AE ആർട്സ് ആൻഡ് ഡിസൈൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങളെ ആൽഫബറ്റ്സ് എഴുതിക്കുന്നതിന് മുമ്പേ മലയാളം ലെറ്റേഴ്സ് ആയാലും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയാലും കുഞ്ഞുങ്ങളെ എഴുതിക്കുന്നതിന് മുമ്പ് ചെയ്യിക്കേണ്ട കുറച്ചു കാര്യങ്ങളാണ്. 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ കറക്റ്റ് ലൈനിൽ വരപ്പിക്കാൻ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അക്ഷരങ്ങൾ നന്നായി എഴുതാൻ പറ്റത്തുള്ളൂ. അവരുടെ കൈകൾ ബാലൻസ് ചെയ്ത് എഴുതാൻ പഠിപ്പിക്കണം. അതിനുവേണ്ടി കുറച്ച് ലൈൻസ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. നാല് തരത്തിലുള്ള ലൈൻസാണ് ഉള്ളത്. ഇത് കുട്ടികളെ പഠിപ്പിച്ചാൽ ലെറ്റേഴ്സ് ഈസിയായി എഴുതാൻ കഴിയും. ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഹിന്ദി ആയാലും കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ആദ്യത്തെ ലൈനിങ് സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് നിൽക്കുക എന്നതുപോലെയാണ് ഈ ലൈനും. മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന ലൈനാണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്. ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഇതാണ്. ആദ്യം കുഞ്ഞുങ്ങൾക്കൊരു പേപ്പർ നൽകുക. അതിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കാൻ പറയുക. ഇതുപോലെ വരപ്പിക്കുക. ആദ്യം കുഞ്ഞുങ്ങൾ വരയ്ക്കുന്നത് കറക്റ്റായിരിക്കില്ല. അവരുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മുകളിൽ നിന്ന് അവസാനം വരെ ഇതുപോലെ വരയിപ്പിക്കുക. വരയിട്ടതോ വരയിടാത്തതോ ആയ ബുക്കിൽ വരപ്പിക്കാം. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വിധത്തിൽ വരപ്പിക്കുക. ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കാം. ഇതിപ്പോൾ സ്കൈ ആണല്ലേ. കണ്ടോ, കുറച്ച് സ്കൈ വരച്ചിട്ടുണ്ട്. ആ സ്കൈയിൽ നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് അവരോട് ചോദിച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ അതിന് മുകളിലൂടെ, ആ ഡോട്ടുകളിന് മുകളിലൂടെ വരപ്പിക്കാം. കണ്ടോ, ഡോട്ടുകളിന് മുകളിലൂടെ മുകളിൽ നിന്ന് താഴേക്ക് മഴത്തുള്ളികൾ വീഴുന്നു. ഇതിപ്പോൾ ബലൂൺസ് ആണല്ലേ. ബലൂൺസിനെ നമുക്ക് പറത്തി വിടാൻ ഒരു നൂല് കെട്ടിക്കൊടുത്താലോ. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് വരപ്പിക്കാം. ഇതെന്താ, കുറച്ച് ചെടികളാണല്ലേ, പൂക്കൾ. ആ പൂക്കൾക്ക് നമുക്ക് ചെടി വരച്ചാലോ, പൂവിൻ്റെ ചെടി വരച്ചാലോ. ഈ പൂ വളർന്നു വരുന്നത് ഇങ്ങനെയാണല്ലേ, മുകളിൽ നിന്ന് താഴേക്ക്. ഇതെന്താ, ഒരു മരത്തിൽ ഒരുപാട് ആപ്പിൾസ്. ആ ആപ്പിൾസ് താഴേക്ക് വീഴുന്നു, മുകളിൽ നിന്ന് താഴേക്ക്. കണ്ടോ സ്റ്റാൻഡിങ് ലൈൻ വരച്ചത്? കണ്ടോ, ആദ്യം ഓരോ ഒന്നുകൾ, അതിനുശേഷം 2 ഡോട്ടുകൾ ഇട്ട് അതിന് മുകളിലൂടെ ഓരോ ലൈൻ വരയ്ക്കുക. കണ്ടോ, എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ സ്റ്റാൻഡിങ് ലൈൻ പഠിക്കുവാൻ. നമ്മൾ ആദ്യം 2 ഡോട്ടുകൾ ഇട്ടു, അതിന് മുകളിലേക്ക് ഒരു വര വരച്ചു. അത് നമ്മൾ ആദ്യം ഐ എഴുതിയല്ലേ. അടുത്തതായി നമ്മൾ 4 ഡോട്ടുകൾ ഇട്ടു, അതിന് മുകളിലേക്ക് 2 വര വരച്ചു. നമ്മൾ അതിനെ എച്ച് എഴുതി. കണ്ടോ, ഐ വരയ്ക്കാൻ സ്റ്റാൻഡിങ് ലൈൻ വേണം, എച്ച് വരയ്ക്കാനും സ്റ്റാൻഡിങ് ലൈൻ വേണം. അങ്ങനെ പല അക്ഷരങ്ങൾ എഴുതാൻ സ്റ്റാൻഡിങ് ലൈൻ വേണം. കുഞ്ഞുങ്ങളെ സ്റ്റാൻഡിങ് ലൈൻ പഠിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ സ്റ്റാൻഡിങ് ലൈനിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി 3 ലൈൻസ് ഉണ്ട്. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ
ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.